ഈ പുസ്തക കച്ചവടം എന്ന് പറഞ്ഞ് വേഷം കിട്ടി നടക്കണത് കളഞ്ഞിട്ട് ഒരു ജോലി സംഘടിപ്പിക്കാൻ നോക്ക്. അങ്ങനെ ഒരു ജോലി സംഘടിപ്പിക്കാൻ നോക്കിട്ട് പറ്റാഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു വേഷവും കെട്ടി നടക്കുന്നത്. എന്നാ ഇനി മുതൽ ആ വേഷം കിട്ട് വേണ്ട. മാന്യമായി ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഞാൻ നിനക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ. കോളേജ് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ അയ്യടെ പഠിക്കാനും പഠിപ്പിക്കാനും ഒന്നുമല്ല, അതിനൊക്കെ നല്ല യോഗ്യന്മാരായിട്ടുള്ള എന്നെ പോലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. പിന്നെ എന്ത് ജോലി? ജോലി എന്താന്ന് ചോദിച്ചാല് കോളേജ് ക്യാൻറ്റീനില് ഇങ്ങനെ. അത് ജോലി എന്താണ് എന്നുള്ളതിന്റെ ഉത്തരവല്ലല്ലോ. സൂപ്പർവൈസിങ്ങോ? ആ, എന്നെ പോലത്തെ സാറന്മാരും പിള്ളേരും ഒക്കെ വല്ലതും കഴിക്കാൻ വരും. അവർക്ക് വേണ്ട എന്താന്ന് വെച്ച് ചോദിക്കുക, കൊണ്ടുകൊടുക്കുക. അവർ പോയി കഴിയുമ്പോ ആ ഗ്ലാസും പാത്രവും ഒക്കെ എടുത്ത് മാറ്റി വെക്കാം. പിന്നെ നിനക്ക് പറ്റുമെങ്കിൽ ആ മേശയൊക്കെ ഒന്ന് പതുക്കെ തുടക്കുക. ഇതാണോ സൂപ്പർവൈസിങ്? സപ്ലയർ പണിന്ന് പറ. ആ, അങ്ങനെയും പറയും. ആ, എന്നെ കൊണ്ട് പറ്റിയാല. എന്റെ പൊന്ന് സാറേ, നാളെ ഈ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിയേ, അറ്റ്ലീസ്റ്റ് ഈ കേരളത്തിലെങ്കിലും അറിയപ്പെടാൻ ഒരു എഴുത്തുകാരനാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ എഴുതുന്ന ഈ കൈ കൊണ്ട് മേശ തുടക്കാന്ന് പറഞ്ഞാൽ എഴുതാത്ത ഈ കൈ കൊണ്ട് തുടച്ചാ മതി.